10 മിനിറ്റ് ഉണ്ട്, പക്ഷെ മൊത്തം ട്രാഫിക്കാണ്. മറ്റേത് ആപ്പിളാ തോന്നുന്നു. ലാൻഡ്ലൈൻസിന്റെ മലയാളം അറിയാം. പൂപ്പന്താടി വേറെയല്ലേ, അതിന്റെ മലയാളം അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തോ. നല്ല വെയിലാണ്. ഞങ്ങൾ ഓൺലൈൻ ചെക്കിങ്ങിന്റെ ക്യൂവിൽ നിൽക്കാൻ. പച്ച പംകിനുണ്ട്, മഞ്ഞ പംകിനുണ്ട്. ഇത് കണ്ടോ, ലോങ് സ്റ്റെം പംകിൻ ലൈനാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസാണ്. അമ്മമ്മയെ വിളിക്കും. അടുത്തത് നമുക്ക് ഈ പൂക്കൾ പറയണമെങ്കിൽ പറിച്ചിട്ട് അതുപോലെ ടീംസിനുള്ളിൽ ടഗ് ഓഫ് വാർ നടക്കാം. ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് ഏത് ടാറ്റ. അങ്ങനെ സൺസെറ്റിന്റെ നേരായപ്പോഴേക്ക് പംകിൻ പാച്ചിലേക്ക്. അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റീസിന് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. ആദ്യം നമുക്ക് വെൽക്കം ചെയ്യണ്ടേ. നമ്മൾ എത്ര നാളുകൾക്ക് ശേഷമാണ് വ്ളോഗ് എടുക്കണേ. ഒരു വലിയ ബ്രേക്ക് ഉണ്ടായി, ബിക്കോസ് നമ്മൾ ഭയങ്കര ബിസിയായിരുന്നു. ഇന്ത്യ ഒക്കെ പോയി നമ്മള്. അതെ നമുക്കൊരു ഇന്ത്യ ട്രിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു വലിയ ബ്രേക്കിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത്, ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്, സണ്ണി ഡേ ആണ്. അപ്പം ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പംകിൻ പാച്ചിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ 3 മണിക്കാണ് നമ്മുടെ സ്ലോട്ട്. നമ്മൾ നേരത്തെ ഇറങ്ങി, കാരണം ഇതാണ് കണ്ടോ, നല്ല ട്രാഫിക്കാണ്. അപ്പം ഇപ്പോൾ ഇവിടെ നമുക്ക് ഫാൾ സീസണാണ്, സീസൺ ഓഫ് കളേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ചെറുതായിട്ട് ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഫാൾ കളേഴ്സ്. ഇങ്ങനെ പല 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 കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടുംപുറത്തേക്കൊക്കെ പോയില്ലേ, അതുപോലത്തെ നമ്മുടെ അമേരിക്കയിലെ നാട്ടുംപുറങ്ങളാണ് ഇതൊക്കെ. അവിടെ ആയിരിക്കുമല്ലോ ഈ ഫാംസും ഇതൊക്കെ ഉണ്ടാവുക. ഈ സൈഡ് റെഡ് കണ്ട പോലെ ആ സൈഡ് ഫുൾ യെല്ലോ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഫാമാണ്. ആപ്പിളാണോ ആപ്പിളിന്റെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബാക്കിലായിട്ട് ഞങ്ങൾ കണ്ടു ആപ്പിളിന്റെയും പിന്നെ ബെറീസിന്റെ ഒക്കെ കുറേ ഫാംസ് ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നവരുടെ വണ്ടിയാണ് കണ്ടത്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡനിങ് വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. ഇതൊക്കെ ഉണ്ടോ, ചെടികൾക്ക് വളമിടാനും മണ്ണിടാനും ഒക്കെ വേണ്ടി കൊണ്ടുപോയിടുകയാണ്. ഇത് ഏതൊരു ഫാമാണ് അപ്പുറത്ത് കാണുന്നത്. ആ ഫാമിൻ്റെ ആൾക്കാർ ചെയ്യുന്നതാണ്. കണ്ടില്ലേ, നന്നായി മണ്ണിട്ട് കൊടുക്കണം. ഫുൾ റോസാണ് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മറ്റേത് ആപ്പിളാ തോന്നുന്നു വലുതായി നിൽക്കുന്നത്. താഴെ കുറേ റോസും കാണും. നമുക്ക് ഇനിയും ഒരു 10 മിനിറ്റ് ഉണ്ട്, പക്ഷെ മൊത്തം ട്രാഫിക്കാണ്. കണ്ടില്ലേ, അതാ ഗൈസ് നമ്മൾ 2 കുതിര കണ്ടിരിക്കണോ, കണ്ടോ, അതാ അവിടെ. അയ്യോ 2 എണ്ണം അല്ല ഗൈസ്, ഇതാ അവിടെ കണ്ടോ, ഒരു വെള്ള കാണാം, പിന്നെ അതിൻ്റെ അപ്പുറത്തും ഉണ്ട്. അപ്പം ഇത് കുതിര ഫാമാണ്. കുതിരകളെ കാണാൻ പറ്റിയ ഫാമാണ്. കുതിരയെ നോക്കിയിരിക്കുന്ന ദീപേട്ടൻ. ഭയങ്കര ഫ്ലഫിയാ. അവിടെ എവിടെ സ്പിരിറ്റ്? അത് കണ്ടോ, അവിടെ ഒരു ഹോർസ്. എവിടെ? അറ്റത്ത് നടന്നു പോയതോ? അവിടെ ക്ലോസസ്റ്റ് അല്ല. അവിടെ ഭയങ്കര വീര സൂര്യ പരാക്രമി.
അറ്റത്തുള്ളതല്ലേ? ആ വീരശൂര പരാക്രമിയാണ്. അറ്റത്തുള്ളതോ? ആ നിക്കുന്നതല്ലേ? ലാസ്റ്റ് തന്നെ നിക്കുന്നതല്ലേ? ബ്ലാക്ക് ടീലോ? ബ്ലാക്ക് ടീലും ബ്ലാക്ക് മെയിനും. ചിക്കലിന്റെ എന്റെ ഫ്രണ്ട് കേട്ടോ. ചിക്കനിന്റെ എന്റെ ഫ്രണ്ട് സ്റ്റിയറിട്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. വേദുക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. കണ്ട ഉറങ്ങണം വേദു. നല്ല ഉറക്കത്തില്ല. വേദു ഫാം എത്തിയിട്ട് എണീറ്റാൻ പറ്റും. നടന്നു വരുന്നത് ഷോ ഹോർസ് ആണോ? അത് നല്ല രസമുണ്ട്. കാലിലൊക്കെ വെള്ള കളറ് ഗോപി. മുടിയുണ്ടോ? അത് ഷോ ഹോർസ് ആയിരിക്കും. കൊറേ കഴിച്ചല്ലോ, അപ്പൊ ഇനി അത് ഓടിക്കളിക്കാണ്. ഇന്ന് എന്തായാലും പുറത്ത് പോകണമെന്ന് ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പംകിൻ പാച്ച് ഏതെങ്കിലും പോകണമെന്ന്. അങ്ങനെ സ്റ്റോക്ക് ഫാംസ് കണ്ടുപിടിച്ച് സ്റ്റോക്ക് ഫാംസിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ എത്ര മണി? 3 to 5 PM സ്ലോട്ട് ബുക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ കുളിച്ച് റെഡിയായി ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മെഗ്ഡി പോയിട്ട് ഞങ്ങൾ ബ്രഞ്ചായിട്ട് കഴിച്ചു. അവിടുന്ന് ഇറങ്ങി. പിന്നെ എന്നിട്ട് ഞങ്ങളൊരു കുറച്ച് പൂക്കളും ചെടികളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ നിന്ന്. അപ്പോഴാണ് ഈ ഫാമിലിക്ക് തന്നെ പോകുന്നത്. നമ്മുടെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ പെടുമെന്ന്. അതുകൊണ്ട് താങ്ക് യു ദീപ്തി. ചിക്കൻ ഫ്രൈ ആണോ ഇതോ? അല്ല, കോഴി കണ്ടോ? വെള്ളക്കോഴി, നല്ല ഗുണ്ടുകോഴി. ഇതൊക്കെ എന്താ ഇവിടുത്തെ വീടുകൾ കണ്ടോ? ഈ വീട് കണ്ടോ? സ്കോട്ട്ലൻഡിലത്തെ വീട് പോലെ ഇല്ലേ? ഈ നിൽക്കുന്ന കാടില്ലേ, ഇത് കാടല്ല, ഇത് ബെറീസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഇത് അവിടെയൊക്കെ കണ്ടോ, റെഡ് കളറിൽ കണ്ടോ? ഇതൊക്കെ ബെറീസ് ആണ് ഉണ്ടായി നിൽക്കുന്നത്. ഇതാണ് ട്രാഫിക്. കണ്ടില്ലേ? അതുവരെ അങ്ങനെ ട്രാഫിക്. പാടത്ത് കണ്ടോ? ഫുൾ ഡാൻഡിലിയൻസ് ആണ് ഉണ്ടായി നിൽക്കുന്നത്. മഞ്ഞ കുഞ്ഞി പൂക്കളല്ലേ. ഡാൻഡിലിയൻസിന്റെ മലയാളം അറിയോ? അപ്പുപ്പന്താടി. അപ്പുപ്പന്താടിയാണോ? അല്ല, എന്തൊക്കെയോ. അല്ലല്ല, അപ്പുപ്പന്താടി ഒന്നുമില്ല. മഞ്ഞ പൂവ് കുറച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വെറും വെള്ള പൂട പോലെ എങ്ങനെയാവും. എന്നിട്ട് നമ്മൾ ഊതിക്കളിക്കില്ല. ഊതിക്കഴിഞ്ഞാൽ മൊത്തം പറക്കില്ലേ. അപ്പുപ്പന്താടി വേറെയല്ലേ? അതല്ല. അഡിഡൻസിന്റെ മലയാളം അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. അതെ, ഈ കാണുന്നതൊക്കെ ഓരോ ഫാംസാണ്. ഇതാ തോമസ് ഫാമിലി ഫാം. അതുകൊണ്ട് തോമസ് ഫാമിലിക്ക് വേണ്ടി തിരക്കാണ്. ഇതാ കാണുന്നതാണ് നമ്മുടെ പോണ്ട ഫാം. സോൾഡ് ഔട്ട്. അടുത്ത പോലീസിന്റെ വണ്ടി കണ്ടോ? ഷെരീഫ്. നമ്മൾ ഫൈനലി സ്റ്റോക്ക് ഫാംസ് എത്തി. സ്റ്റോക്ക് ഫാംസ്. വെൽക്കം സ്റ്റോക്ക് ഫാംസ്. വേദുക്കുട്ടി എണീറ്റു. വേദുക്കുട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് പറയ വേദു. അപ്പോൾ ഞങ്ങളെത്തി. ഞങ്ങളിനി അകത്തേക്ക് പോയി കാണിച്ചു തരാം ബാക്കി. നല്ല വെയിലാണ്. ഞങ്ങൾ ഓൺലൈൻ ചെക്കിങ്ങിൻ്റെ ക്യൂവിൽ നിൽക്കുക. നല്ല തിരക്കാണ്. കണ്ടോ? കുട്ടി ഇതാണ്. ബേബി കാറ്. ബാ നിൽക്കൂ. ഏത് കാർ എക്സ്പ്ലോർ ചെയ്യുന്നത്? കാറ് തുറക്കാൻ കിട്ടുന്നില്ല. നമ്മളിവിടെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തവർക്ക് ടിക്കറ്റ് ഇവിടെ കിട്ടും. നമുക്ക് ഒരു ബാൻഡ് കിട്ടും. ആ ബാൻഡ് ഇടാണ്.
പല പല ടൈപ്പ് മത്തങ്ങ. സ്റ്റാർ പംകിൻ. സ്റ്റാർ പംകിന്, ഇത് നല്ല റൗണ്ട് ഓവൽ ടൈപ്പ് പംകിന്, ലോങ് സ്റ്റെം പംകിൻ. അത് നമ്മൾ നോർമൽ പംകിനാണ്. പിന്നെ ഇതവിടെ കണ്ടു പച്ച പംകിനുണ്ട്, മഞ്ഞ പംകിനുണ്ട്. ഇത് കണ്ടോ? ഇങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി ഇവിടെ ഒരു ഷോപ്പുണ്ട്, സുവനീർ ഷോപ്പ്, മത്തൻ ഷോപ്പൊക്കെ പോലെ. അങ്ങനെ നമ്മൾ ഫാമിലിക്ക് എൻ്റർ ചെയ്യണത് കണ്ടോ? പല പല ടൈപ്പ് മത്തങ്ങകളാണ്. ണ്ടോ മത്തങ്ങയൊക്കെ ഇങ്ങനെ ലൈനാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഭംഗി ഫോട്ടോ എടുക്കാനുള്ള ഓരോ സ്ഥലങ്ങൾ അവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ പംകിൻ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പംകിൻ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറി. കണ്ട ജംപ് ഫോർ ജോയ്. കുട്ടികൾക്ക് വേണ്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ആർക്കാ വേദു? വേദു ഒരു മത്തം പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മമ്മ വിളിക്കും. ആരെ വിളിക്കണേ? ആരാ വേദു ഇത്? അറിയില്ല, മറന്നു. വരണം ചേച്ചി. രണ്ട് കുട്ടി ടീംസ് തമ്മിൽ ടഗ് ഓഫ് വാർ നടക്കണം. Baby. കേറാൻ പോണത് ഈ കൗ ട്രെയിനിലാണ് അല്ലേ വേദു? വേദുവിന് കൗ ട്രെയിനിൽ ഇരിക്കണോ? ആ ബേബി ചീച്ചാണ്. കണ്ടോ, ഒരു ട്രാക്ടറാണ്. ഇതെല്ലാം ഓടിച്ച് കൊണ്ടുപോകാൻ പോണത്. ബേബി ചീച്ചാലോ അതിൻ്റെ ലൈനിലാണ് ഞങ്ങൾ ഈ നിൽക്കണം. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. That's full. That's full. All right. So I'm gonna tell you what.
Everybody up front's going to be disappointed because this is going back there. I forgot to check the wind. Oh, much wind today. Good. Lucky for you. Here we go. 5, 4, 3, 2, 1. ചിച്ചു ബേബി ഇവിടെ നോക്കൂ. ഏത് പപ്പ എവിടെ? വൈകാ ഇവിടെ 3 ഫാംസ് ഉണ്ട്. ചെയ്തു ഒന്ന് പംകിൻ പാച്ച്, ഒന്ന് സൺഫ്ലവർ ഫാം, പിന്നെ ഒന്ന് കോൺ നമ്മളുടെ നമ്മള് ചോളപ്പാടങ്ങളുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. കണ്ടോ? കുറേ ജാറ് വെച്ചിട്ടുണ്ട്, ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. ഇതിൽ പൂക്കൾ പറിച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചാർജ് ചെയ്യും. ഇത് ഒരു കൊട്ടയും കട്ടിംഗ് പ്ലെയറുമാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ പൂക്കൾ പറിക്കണമെങ്കിൽ പറിച്ചിട്ട് ഈ കൊട്ടയിലെടുക്കാം, അതുപോലെ ചാർജ് ചെയ്യും. ഇതാണ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. ഇത് അങ്ങോട്ട് പോരുത്. പറിച്ചോ? ഒരെണ്ണം കൂടെ വലുതെടുക്കാം. വൈകുക മതി. ഇത്ര ജാറിൽ ഫിറ്റ് ആവും. വലിയൊരു സൺഫ്ലവർ കേടാണ്. കട്ട് ചെയ്ത് കൊണ്ടുവന്ന ഫ്ലവേഴ്സൊക്കെ കൂടി നമുക്ക് ഒരുമിച്ച് ജോയിൻ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൗബോയ്, അവിടെ ഒരു ചെയർ പോലെ ഉണ്ട്. പിന്നെ കണ്ടത് അവിടെ ഒരു ബാത്ത്. ഇങ്ങനെ ഫ്രീ ആയി നടന്നുകൊണ്ടിരിക്കുക. ഇതവിടെ സൈക്കിൾ കണ്ട. ഇതാ സൈക്കിളിൽ ഇരിക്കാൻ പോകും.
നമ്മൾ വരച്ച പോലെ തന്നെ. Oh yeah, that is pretty. This one, look. സൺസെറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റായോ? അങ്ങനെ സൺസെറ്റിന്റെ നേരായപ്പോഴേക്കും ഞങ്ങൾ പംകിൻ പാച്ചിലേക്ക് എൻ്റർ ചെയ്തു. ഭംഗിയല്ലേ സൺസെറ്റ്? ഡെഫിനറ്റ്ലി ഇതിൽ തടച്ചു. പംകിൻ പാച്ച് കാണാൻ മൊത്തം ഇങ്ങനെ അവര് എത്ര പംകിൻസ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കണുണ്ട്. ബാ, അതുകൊണ്ട് നമുക്ക് പംകിൻ പാച്ച് കാണാൻ പറ്റിയില്ല. കുറച്ച് സൺഫ്ലവർ ഫാമും ബാക്കിൽ സൺസെറ്റ്. ഫുൾ ഒരുപാട് ആക്ടിവിറ്റീസാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പംകിൻ പാച്ചൊക്കെ കാണാനുണ്ടെങ്കിൽ ആദ്യം അതൊക്കെ കാണുക. അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റീസിന് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ച പോലെ തന്നെ സംഭവം വരും. ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. ട്രക്സിലൊക്കെ മെക്സിക്കൻ ഫുഡ് ഉണ്ട്. ബാക്കോട്ട് മെക്സിക്കൻ ഫുഡ്, അത് ബാർബിക്യൂ ഉണ്ട്, ബിഗ് ഡോഗ്സ്, ഇത് ബർഗേഴ്സ്. പല ടൈപ്സ് നോക്കാൻ ചോറ് അതതിൻ്റെ കൂടെയുള്ള ചാറ് ലഭിച്ച് വേണ്ടേ? എങ്ങനെയായിരുന്നു ഹവേഴ്സ് ഡേ ടുഡേ? പപ്പയ്ക്കൊരു ഹായ് പറയും. എന്താ കഴിക്കണ വേദു? ചിക്ക എന്താ കഴിക്കണ? ചിക്ക ചിക്ക ചൂട്. ഇത് കോൺ കഴിക്കുക. ഇത് എന്ത് കോണായിരുന്നു ഇവിടെ? ക്രൈസി കോൺ. എന്തൊക്കെയോ സോസൊക്കെ ഇട്ട് ചീസിട്ട് ഇതൊന്നും നല്ലതാ. കൊള്ളാം. ചൂടാണ്. ഡോണറ്റ്സിൻ്റെ കടയാണ്. നമ്മൾ വന്നപ്പോൾ ഫോട്ടോ എടുത്ത സ്ഥലം അതാ. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിടിച്ചോളൂ പിടിച്ചോളൂ. Let's sit in the car. David, come. Let's sit in the car. Boş ver, yeah. ഇതൊക്കെയാണ് വെറൈറ്റി പംകിൻസ്. കണ്ടോ? വേദു പോവാ. അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്.
എല്ലാം കഴിഞ്ഞ് നമ്മൾ അപ്പോൾ സമയം 7 മണിയായി. ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണ്. Head north towards Stalker Farms Drive. Street Southeast, Marsh Road. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. വേദു കാറിൽ തന്നെ കിടന്നുറങ്ങി. വേദു പിന്നെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ടാണ് കിടന്നുറങ്ങണത്. ഇനി ഞങ്ങൾക്ക് വേണ്ട ഫുഡ് എന്തെങ്കിലും ലൈറ്റായിട്ട് ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ പ്ലാന്. അത് കഴിഞ്ഞിട്ട് സുഖമായി കിടന്നുറങ്ങാം. കാരണം നല്ല ക്ഷീണമുണ്ട്. കുറേ നടന്നല്ലോ ഇന്ന്, കുറേ നടന്നു. പിന്നെ വേദുവിൻ്റെ പിന്നാലെ ഓടി 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 ക്ഷീണിച്ച അവൾ. വേദു ലാസ്റ്റ് ഇറങ്ങിയില്ല. ലാസ്റ്റ് ഞങ്ങൾ എക്സിറ്റ് അടിച്ച് വന്നപ്പോൾ അവൾ തിരിച്ച് ഓടി അതിൻ്റെ അകത്തേക്ക്. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ച് അതിൻ്റെ അകത്തേക്ക് പോയിട്ട് പിന്നെ അവളെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് പിന്നെ കാറിൽ കയറ്റി ഇരുത്തിയതും വേദു തന്നെ പറഞ്ഞു ഉറങ്ങാൻ പോവാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഉറങ്ങിക്കോളാം. അങ്ങനെ വേദു ഉറങ്ങി. വൈകു മോള് ഫ്രഷ് ആവുകയാണ്. ഞാനും ഇനി ഫ്രഷായിട്ട് ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ദീപേട്ടൻ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ഫുൾ പൊടിയല്ലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാറ് ഫുൾ പൊടിയായി കിടക്കുകയാണ്. അപ്പോൾ ദീപേട്ടൻ കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാർ വാഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിന്നൊരു പംകിൻ പാച്ച് കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ബാക്കിയെല്ലാം കണ്ട് വന്നപ്പോഴേക്കും പംകിൻ പാച്ച് കാണാൻ പറ്റിയില്ല. അത് സമയം കഴിഞ്ഞിരുന്നു. പക്ഷെ അല്ലാണ്ടുള്ള മത്തങ്ങയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അത് തന്നെയാണ് ആ പംകിൻ പാച്ചിലും ഉണ്ടാവുക. കുറേ വെച്ചിട്ടുണ്ടാവും. അത് പോയിട്ട് നമുക്ക് വേണ്ട പംകിൻസ് എടുത്തുകൊണ്ട് നമുക്ക് വീട്ടിൽ വരാം. കാരണം ഇനിയിപ്പോൾ ഇവിടെ ഒരു ഹാലോവിൻ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ പംകിൻസിൻ്റെ ഫെസ്റ്റിവൽ ഇപ്പോൾ അധികം, പംകിൻസിൻ്റെ ഈ ഫാംസ് അധികം ഇപ്പോൾ ഉള്ളത്. പംകിൻസ് എടുത്ത് അത് കാർവിങ്ങൊക്കെ ചെയ്ത് ഇവിടെ വീടിൻ്റെ മുന്നിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് പംകിനൊന്നും വാങ്ങിയില്ല. നമ്മളിവിടെ നിന്ന് നോർമലായിട്ട് സ്റ്റോറിൽ നിന്ന് പോയിട്ട് പംകിൻ വാങ്ങി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കാർവിങ്ങാണ് ചെയ്യാറ്. അടുത്ത വീഡിയോ ഇത്ര തന്നെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ ബൈ.